ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി കുനാഫയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുനാഫ ഡോ നേരത്തെ തന്നെ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 100 ഗ്രാം ബട്ടറാണ് എടുത്തത്, അൺസാൾട്ടഡ് ബട്ടറാണ്. ഇത് നന്നായി കൈവച്ച് തന്നെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മൈദയും പിന്നെ കുറച്ച് പാലൊഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവർ മൈദൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് കൈയെടുക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഇതൊരു 1 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് നന്നായി കുറുകി വരും. ഇതിപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്, നന്നായി കുറുകി വരുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ക്രീം ചീസ്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മൊസറല്ല ചീസ് ചേർത്ത് കൊടുത്താലും മതി. ഏകദേശം 150 ഗ്രാം വരെ ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തീ ഓഫ് ചെയ്യും. അങ്ങനെ ഇതിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കി എടുക്കാം. ഇനി ഇതേപോലെ ഒരു കേക്ക് ടിന്നിലാണ് ഞാൻ ഫസ്റ്റ് ബേക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ടിന്നെടുത്ത് ബട്ടർ വെച്ച് നന്നായി ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇതിൻ്റെ ഡോ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായി ക്രീം മിക്സ് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഓവനിലും അതുപോലെ സ്റ്റൗ ടോപ്പിലും ചെയ്യുന്നുണ്ട്. 2 മെത്തേഡിലും ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി ഡോ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്ത് നന്നായി ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. ഓവറായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അതൊന്ന് കവർ ചെയ്യുന്നവരെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇനി സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതേപോലെ ഒരു ഫ്രൈ പാനിലാണ്. അപ്പോൾ ഇതുപോലെ ഡോ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി ക്രീം മിക്സ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. കുനാഫ ഡോ ഇല്ലയെന്നുണ്ടെങ്കിൽ സേമിയ വെച്ചിട്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗത്തും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഇതൊരു 15 മിനിറ്റ് കൊണ്ടൊക്കെ സൈഡൊക്കെ ഒന്ന് നന്നായി ഒന്ന് കളർ ചേഞ്ചൊക്കെ ആയി വരും. ഇനി ഇതിൻ്റെ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സിറപ്പ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നാൽ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഓവനിൽ വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ബ്രൗൺ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. സ്റ്റൗ ടോപ്പിൽ വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, 2 ഭാഗത്തും ഒന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് പിസ്താഷ്യോ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് സിറപ്പ് ഒഴിച്ചതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാം. ഇത് ചൂടോടുകൂടി കഴിക്കുന്നത് തന്നെയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.